ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റീഡിങ്ങിലോട്ട് പോകാം. അവരുടെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഫസ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രഗിളിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അവരുടെ വിഷസ് എന്താണോ അത് എങ്ങനെയെങ്കിലും പൂർണ്ണമാക്കാനുള്ള സ്ട്രഗിളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവരുടെ ആഗ്രഹം നടപ്പിലാക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇവർ തയ്യാറാണ്. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് ഇവർ. ഇവരുടെ വിഷെന്ന് പറയുന്നത് ഇവരെ ആരെയോ സ്നേഹിക്കുന്നുണ്ട്. അവരെ ഒരിക്കലും നഷ്ടപ്പെട്ട് പോവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഇവർ വളരെ പൊസസീവും പ്രൊട്ടക്റ്റീവുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ വിഷ് തന്നെ അവരുമായിട്ടൊരു ജീവിതമാണ്. അപ്പോൾ ഇവിടെ എനർജി പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയാണ് ഇവർ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതും. നിങ്ങൾക്ക് വേണ്ടി വളരെ പൊസസീവും പ്രൊട്ടക്റ്റീവുമാണിവർ. ഇവർ ഏതോ ഒരു ബന്ധനത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ന്യായം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ജഡ്ജ്മെൻറ്റിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഫൈനാൻഷ്യലി വളരെ ഡിസ്റ്റർബാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ മൈൻഡ് വളരെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലുള്ളത്. ഇവിടെ ടെൻഷൻ, സ്ട്രെസ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക്. കുറച്ചൊന്നും നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ ഇവർ എടുക്കുന്നതാണ്. കുറച്ചൊന്ന് താമസിച്ചാലും കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ലോ ആയിട്ടുള്ള എനർജിയിലാണുള്ളത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവർ ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും നിങ്ങൾക്ക് നേരെ തീരുമാനം എടുക്കുവാനും വേണ്ടി ഇവരെ ഒത്തിരി ആൾക്കാർ തടസ്സപ്പെടുത്തുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു തടസ്സങ്ങളെ ഒന്നും വകവയ്ക്കാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 2 ദിവസമായിട്ട് ഇങ്ങനെയുള്ള എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതാണ്. നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ചൊരു സ്ലോ എനർജിയിലായതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഇരിക്കുന്നത്. വരാൻ പോകുന്ന സമയം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതാണ്. ഇവിടെ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി. അതായത് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ വിഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരു ജീവിതമാണ്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. ഇവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കെയർ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് റീസെൻറ്റ് പാസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളായിട്ട്, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ എനർജി പറയുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 1 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ജാനുവരി മന്ത് തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ റീയൂണിയനോ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മെസ്സേജിൻ്റെയും സെലിബ്രേഷൻ്റെ ആ ഒരു എനർജി പറയുന്നത് എന്തായാലും എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ 1 നമ്പർ എന്ന് പറയുന്നത് 1 ഡേ, അതായത് 24 മണിക്കൂറിനുള്ളിലും ചില ആൾക്കാർക്ക് മെസ്സേജോ കോളോ വരുവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലക്കി 1 ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 1 അവറിൽ തന്നെ മെസ്സേജോ കോളോ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങളും പറയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സമയം നിങ്ങളോട് ഇവർ ഡിസ്റ്റൻസ് വച്ചത്, എന്താണ് റീസൺ എന്നൊക്കെ നിങ്ങളോട് തുറന്നു പറയുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ.
കൂടാതെ ഇവരുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനാണ് എൻഡ് ആയത്, കൂടാതെ ഏത് സിറ്റുവേഷനിൽ നിന്ന് ഇവർ പുറത്തു വന്നത്, അതെല്ലാം നിങ്ങളോട് ഇവർ പറയുന്നതാണ്. ഇവർ ഉറപ്പായിട്ടും ഇവരുടെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഇവിടെ ഡിവൈൻ്റെ ബ്ലെസ്സിങ്ങും ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെയും നിങ്ങളുടെ എൻസിസ്റ്റേഴ്സിൻ്റെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെയും ഡിവൈൻ്റെയും എല്ലാം ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിവൈൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ആവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡിവൈൻ ഇടപെടുമ്പോൾ തന്നെ പിരിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നാവുന്നതാണ്. ഇവിടെ ഈ ഒരു ഡിവൈൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത് തേർഡ് പാർട്ടിയെ റിലീസ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ തമ്മിൽ ഒന്നാവുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്കിടയിൽ ആരാണോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു തേർഡ് പാർട്ടി ജാനുവരി ലാസ്റ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരായിക്കൊള്ളട്ടെ തേർഡ് പാർട്ടി, ആ ഒരു സിറ്റുവേഷൻ എന്താവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി റിലീസായി പോകുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടാതെ ഉണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇനി ആ ഒരു കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും കാലം നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം ക്ലാരിറ്റി തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തേർഡ് പാർട്ടി റിലീസായി പോകുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കാണ് പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. നിങ്ങൾ പേഴ്സൻസോടെ കാത്തിരിക്കുക. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഗൈഡൻസ്, നിങ്ങൾക്ക് എന്ത് മിഷനാണോ ദൈവം തന്നിരിക്കുന്നത് ആ മിഷനിൽ നല്ല പോലെ ഫോക്കസ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറമേ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ. അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ നേരെ സംഭവിക്കുന്നില്ല, എല്ലാം നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിക്കൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലും നല്ലത് സംഭവിക്കുള്ളൂ, നിങ്ങളുടെ ഉള്ളിലും നല്ലത് സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഹീലാക്കുക, റിക്കവർ ആക്കുക. എങ്കിൽ മാത്രമേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് റിലീസാക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ പുറമേയുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരും പ്രസൻറ്റിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിലാണ് കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്താവണം, ഫ്യൂച്ചറിൽ എങ്ങനെയാവണം, ഇങ്ങനെ ആവണം, അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ പാസ്റ്റിൽ അവർ ചെയ്ത തെറ്റ് ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് പാസ്റ്റും ഫ്യൂച്ചറും വിട്ടിട്ട് പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കുവാൻ ശ്രമിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഉറപ്പായിട്ടും വരുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.